ഇന്ന് ഏപ്രിൽ 17 പുതിയ OTT അപ്ഡേറ്റുകളും ഈ ആഴ്ചത്തെയും ഇന്നും നാളെയുമായിട്ടുള്ള OTT റിലീസുകളുമാണ് വീഡിയോയിലൂടെ നോക്കുന്നത്. ഒന്നാമത്തെ അപ്ഡേറ്റ് അർജുൻ സാർജ നായകനായ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് വിരുന്ന്. നേരത്തെ തമിഴ് ഭാഷയിൽ സിംപ്ലി സൗത്തിലൂടെ OTT റിലീസ് ചെയ്ത ഈ സിനിമ ഇന്ന് മനോരമ മാക്സിലൂടെ മലയാളം ഭാഷയിലും കൂടെ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. മിക്സഡ് അഭിപ്രായങ്ങൾ നേടിയ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായ പൊളിറ്റിക്കൽ ആക്ഷൻ മലയാളം പാൻ ഇന്ത്യൻ സിനിമയാണ് എമ്പുരാൻ. 262 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ 100 കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് കണക്കാക്കുന്ന ഈ സിനിമ അടുത്ത ആഴ്ച ഏപ്രിൽ 24-ാം തീയതി ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ് ഇന്ന് ജിയോ ഹോട്ട്സ്റ്റാർ പുറത്തുവിട്ടിട്ടുണ്ട്. മികച്ച അഭിപ്രായം നേടിയെങ്കിലും വിജയിക്കാൻ സാധിക്കാതെ പോയ ദാവീദ് എന്ന ആന്റണി വർഗീസ് നായകനാകുന്ന ആക്ഷൻ മലയാളം സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഏപ്രിൽ 18-ാം തീയതി ZEE5 മലയാളം ഭാഷയിൽ OTT റിലീസ് ചെയ്യും. അടുത്തത് 2 മലയാളം സിനിമകൾ നാളെ സൺ നെക്സ്റ്റിലൂടെ ഏപ്രിൽ 18-ാം തീയതി OTT റിലീസ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തേത് ഭേദപ്പെട്ട അഭിപ്രായങ്ങൾ നേടിയ ദിലീഷ് പോത്തൻ നായകനാകുന്ന എന്ന ഇമോഷണൽ ത്രില്ലർ ചിത്രവും രണ്ടാമത്തേത് കട്ടിസ് ഗ്യാങ് എന്ന ആക്ഷൻ സിനിമയും. ഇതിൽ കട്ടിസ് ഗ്യാങ് എന്ന സിനിമ നാളെ സിംപ്ലി സൗത്തിലും കൂടെ OTT റിലീസ് ആകും. വിനീത് വാസുദേവൻ അഭിനയിക്കുന്ന പുതിയ മലയാളം സൈക്കോ ക്രൈം ആക്ഷൻ ത്രില്ലർ സീരീസ് ആണ് ദ കോൺഫെഷൻ ഓഫ് പൗൾ ജോബ്സൺ. സീരീസ് മറ്റന്നാൾ ഏപ്രിൽ 19-ാം തീയതി സൈന പ്ലേയിലൂടെ മലയാളം ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. സീരീസിന്റെ ട്രെയിലർ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അച്യുതന്റെ അവസാന ശ്വാസം എന്നൊരു മലയാളം സിനിമ ആമസോൺ പ്രൈമിൽ ഇപ്പം റെന്റ് ഓപ്ഷനിൽ ലഭ്യമാണ്. രാക്ഷസി ലേഡി കില്ലർ എന്ന കൈലാഷ് അഭിനയിക്കുന്ന മലയാളം ആക്ഷൻ ക്രൈം ത്രില്ലർ ചിത്രം യൂട്യൂബിലൂടെ മലയാളം ഭാഷയിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. ഹൊറൈസൺ മൂവി ചാനലിലൂടെയാണ് സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത്. കൗഫ് എന്ന പുതിയ ഹിന്ദി ഹൊറർ ത്രില്ലർ സീരീസ് നാളെ ഏപ്രിൽ 18-ാം തീയതി ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്യും. ഹിന്ദി ഭാഷയ്ക്ക് പുറമെ കൂടുതൽ ഭാഷകളിൽ OTT റിലീസ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദ ലാസ്റ്റ് ഓഫ് അസ് എന്ന മികച്ച അഭിപ്രായം നേടിയ അമേരിക്കൻ സർവൈവൽ ആക്ഷൻ ഹൊറർ സീരീസിന്റെ രണ്ടാമത്തെ സീസൺ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ്, കന്നഡ ഭാഷകളിൽ OTT റിലീസ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഒന്നാമത്തെ എപ്പിസോഡാണ് OTT റിലീസ് ചെയ്തിരിക്കുന്നത്. ബാക്കി എപ്പിസോഡുകൾ ആഴ്ചകളിൽ തിങ്കളാഴ്ച ഓരോന്ന് വീതം OTT റിലീസ് ചെയ്യും. ശിവാംഗി ദ ലയണസ് എന്ന തമിഴ് ത്രില്ലർ ചിത്രം ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഏപ്രിൽ 18-ാം തീയതി തമിഴിലൂടെ തമിഴ് ഭാഷയിൽ OTT റിലീസ് ആകും. ജെന്റിൽ വുമൺ എന്ന റിവെഞ്ച് ഡ്രാമ തമിഴ് ചിത്രം ഇപ്പോൾ ടെന്റ് കോട്ടയിലൂടെ തമിഴ് ഭാഷയിൽ കാണാവുന്നതാണ്. അടുത്തത് ഒരു തമിഴ് ഹൊറർ ചിത്രമാണ് യമഗാതാകി. ഈ സിനിമ തമിഴ് ഭാഷയിൽ തമിഴിലൂടെ OTT റിലീസ് ആയിട്ടുണ്ട്. ലോഗ് ഔട്ട് എന്ന പുതിയ ഹിന്ദി ഡിജിറ്റൽ ത്രില്ലർ ചിത്രം ഇന്ന് രാത്രി 12 മണിയോടെ ZEE5 ഏപ്രിൽ 18-ാം തീയതി ഹിന്ദി ഭാഷയിൽ ഡയറക്റ്റ് OTT റിലീസ് ആകുന്നതാണ്. ജെയ്സൺ സ്റ്റേത്തൻ അഭിനയിക്കുന്ന ഇംഗ്ലീഷ് ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് എ വർക്കിംഗ് മാൻ. സിനിമ ആമസോൺ പ്രൈമിലൂടെ ഓവർസീസിൽ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ വർഷം തിയേറ്ററിലേക്ക് എത്തി വിജയിക്കാൻ സാധിക്കാതെ പോയ റൊമാൻസ് കോമഡി ഹിന്ദി ചിത്രമാണ് മേരെ ഹസ്ബൻഡ് കി ബീവി. സിനിമ നാളെ ഏപ്രിൽ 18-ാം തീയതി ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് അൺഒഫീഷ്യൽ വിവരം. ഈദ് റിലീസായിട്ട് തിയേറ്ററിലേക്ക് എത്തിയ സൽമാൻ ഖാൻ നായകനാകുന്ന നേരത്തെ HD പതിപ്പ് അൺഒഫീഷ്യൽ ആയിട്ട് റിലീസ് ചെയ്ത ആക്ഷൻ മാസ് കൊമേഴ്ഷ്യൽ ഹിന്ദി ചിത്രമാണ് സിക്കന്ദർ. മിക്സഡ് അഭിപ്രായങ്ങൾ നേടി വിജയിക്കാൻ സാധിക്കാതെ പോയ ഈ സിനിമ ഹിന്ദി ഭാഷയിൽ നെറ്റ്ഫ്ലിക്സിലൂടെ മെയ് മാസം അവസാനത്തോടെയോ അല്ലെങ്കിൽ ജൂൺ ആദ്യ ആഴ്ചയിലോ OTT റിലീസാകും. മെയ് 25-ആണ് നിലവിൽ പുറത്തു വരുന്ന ചിത്രത്തിന്റെ അൺഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ്. ബേസിൽ ജോസഫ് അഭിനയിച്ച മോശമില്ലാത്ത കളക്ഷൻ നേടി ഓടിക്കൊണ്ടിരിക്കുന്ന ആവറേജ് എബോ ആവറേജ് പോസിറ്റീവ് അഭിപ്രായം നേടിയ ഡാർക്ക് കോമഡി ഫാമിലി ട്രിപ്പ് മലയാളം ചിത്രമാണ് മരണമാസ്. സോണി ലിവ് OTT അവകാശം സ്വന്തമാക്കിയ സിനിമ മെയ് മാസം പകുതിയോട് കൂടി OTT റിലീസ് ചെയ്തേക്കും.